Module number 1.8.03. Topic name Leadership Skills. ഹലോ സുഹൃത്തുക്കളെ, ഈ പ്രധാനപ്പെട്ട മോഡ്യൂളിൽ നാം ലീഡർഷിപ്പ് സ്കിൽസ് എന്താണെന്ന് മനസ്സിലാക്കാനും മോഡ്യൂളിൻ്റെ അവസാനം നമുക്ക് അറിയുവാനും കഴിയുന്നവ: 1. ലീഡർഷിപ്പിൻ്റെ വ്യാഖ്യാനം. 2. ലീഡർഷിപ്പ് സ്കിൽസ്. 3. ലീഡർഷിപ്പിൻ്റെ വ്യത്യസ്ത തരങ്ങൾ. 4. ലീഡർഷിപ്പിൻ്റെ പ്രാധാന്യം. ലീഡർഷിപ്പിൻ്റെ വ്യാഖ്യാനം. ലീഡർഷിപ്പ് എന്നത് ഒരു വ്യക്തിയുടെയോ വ്യക്തികളുടെ ഒരു കൂട്ടത്തിൻ്റെയോ അവരുടെ അനുയായികളുടെയോ ഒരു സ്ഥാപനത്തിലെ മറ്റ് അംഗങ്ങളെയോ സ്വാധീനിക്കുവാനും നയിക്കുവാനും ഉള്ളതായ കഴിവാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ നാം ലീഡർഷിപ്പിൻ്റെ അല്ലെങ്കിൽ ലീഡറിൻ്റെ സ്കിൽസിനെ പറ്റി നോക്കാം. ഒരു ഫലപ്രദമായ നേതാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു? ഭാവിയുടെ പ്രചോദനകരമായ ദർശനം സൃഷ്ടിക്കുന്നു, വിഷൻ സൃഷ്ടിക്കുന്നു എന്നതിന് നേതാക്കൾ സംഘടനയുടെ ശക്തികളിൽ കേന്ദ്രീകരിക്കുന്നു. താഴെ പറയുന്ന ഉപകരണങ്ങളുടെ സഹായത്തോടെ: എ. പോർട്ടറുടെ 5 ശക്തികൾ. ബി. പെസ്റ്റ് വിശകലനം. സി. USP വിശകലനം. ഡി. പ്രധാന കഴിവ്. ഇ. SWOT വിശകലനം. ഭാവിയുടെ ഒരു പ്രചോദനകരമായ ദർശനം സൃഷ്ടിക്കുന്നു. ദർശനാത്മക നേതാക്കൾ വ്യവസായ ശീലങ്ങളുടെ വികസനത്തെക്കുറിച്ച്, മത്സരക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ച്, സൃഷ്ടിപരമായ പുതുമകളെക്കുറിച്ചും ഭാവിയിലെ വിപണികളിൽ വിജയിക്കുന്ന തന്ത്രങ്ങളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് ചിന്തിക്കുന്നു. ആളുകളെ പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു പ്രോജക്റ്റ് മുഴുവനായും ഒരു ടീമിനെ പ്രചോദിപ്പിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ എക്സ്പെൻഡൻസി തിയറി ഉപയോഗിച്ച് മികച്ച നേതാക്കൾ സാധാരണയായി ഇത് ചെയ്യുന്നു. എക്സ്പെൻഡൻസി തിയറി: കഠിന പ്രയത്നങ്ങൾ നല്ല ഫലങ്ങൾ നൽകും എന്ന പ്രതീക്ഷ. നല്ല ഫലങ്ങൾ ആകർഷകമായ പ്രതിഫലങ്ങളിലേക്കോ പ്രോത്സാഹനങ്ങളിലേക്കോ നയിക്കും എന്നുള്ളതായ പ്രതീക്ഷ. ദർശനത്തിൻ്റെ പ്രധാനം കാര്യക്ഷമമായി നിർവഹിക്കുന്നത് ലീഡർഷിപ്പിന് ദർശനം ശരിയായി പ്രദാനം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കണം. സാധാരണയായി ഒരു സമർപ്പിത മാനേജറുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. ലീഡർഷിപ്പ് സംഘത്തിൻ്റെ അംഗങ്ങൾക്ക് സംഘടനയുടെ ആകെ ദർശനവുമായി ബന്ധിപ്പിച്ച പ്രകടന ലക്ഷ്യങ്ങൾ നൽകും. ഒരു ടീമിനെ പരിശീലിപ്പിച്ച് ദർശനം നേടുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ടീമുകൾ പലപ്പോഴും ഒരു സ്ഥാപിത മോഡലിലൂടെ വികസിപ്പിക്കുന്നു. 1. ബെൽബിൻസ് ടീം റോൾസ് അപ്രോച്ച്. 2. ബ്രൂസ് ടക്മൻസ് ഫോമിംഗ്, സ്ട്രോമിംഗ്, നോർമിംഗ് കൂടാതെ പെർഫോമിംഗ് തിയറി. സുഹൃത്തുക്കളെ, നാം ഇപ്പോൾ ലീഡർഷിപ്പിൻ്റെ വ്യാഖ്യാനവും ലീഡർഷിപ്പ് സ്കിൽസിനെ കുറിച്ചും ആവശ്യമായത് മനസ്സിലാക്കിയിട്ടുണ്ട്. നാം ഇപ്പോൾ ലീഡർഷിപ്പിൻ്റെ വ്യത്യസ്തമായ തരവും അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാം. താഴെ പറയുന്നവയാണ് വിവിധ തരത്തിലുള്ള ലീഡർഷിപ്പിൻ്റെ ശൈലികൾ. 1. ഏകാധിപത്യ അല്ലെങ്കിൽ ഏകാധിപത്യ നേതൃത്വം. 2. പിതൃത്വപരമായ നേതൃത്വം. 3. ജനാധിപത്യപരമായ അല്ലെങ്കിൽ പങ്കാളിത്ത നേതൃത്വം. 4. ലൈസസ് ഫെയർ അല്ലെങ്കിൽ ഫ്രീ റെയിൻ നേതൃത്വം. സ്വേച്ഛാധിപത്യ നേതൃത്വം. ഇത്തരം ലീഡർഷിപ്പ് അതോറിറ്റേറിയൻ നേതാവിനും അവരുടെ അനുയായികൾക്കും ഇടയിൽ വ്യത്യാസം സൃഷ്ടിക്കുന്നു. അവർ അനുയായികളുമായി മാത്രം ഒരു പ്രൊഫഷണൽ ബന്ധം സൃഷ്ടിക്കുന്നു. അതോറിറ്റേറിയൻ നേതാക്കൾ പ്രവർത്തന കാര്യക്ഷമതയിൽ കേന്ദ്രീകരിക്കുന്നു. മറ്റു ലീഡർഷിപ്പ് ശൈലികളെ പുരോഗതിക്ക് തടസ്സമായി കാണുന്നു. സ്വേച്ഛാധിപത്യ നേതൃത്വം ലക്ഷ്യങ്ങൾ വ്യക്തിപരമായി നിശ്ചയിക്കുന്നു. പ്രധാനമായും ഒരു വ്യക്തി താഴെയുള്ള വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നു.
അനുയായികളുമായി ചർച്ച ചെയ്യുന്നു, അവരെ നിയന്ത്രിക്കുന്നു. ഇടപെടൽ ആധിപത്യത്തിൽ വരുത്തുന്നു. പിതൃത്വപരമായ നേതൃത്വം. ഒരു പിതൃത്വപരമായ നേതാവ് മാതാപിതൃഭാവം സ്വീകരിക്കുന്നു. മറ്റുള്ളവരെ മാതാപിതാക്കൾ കരുതുന്നത് പോലെ കരുതുകയും പരിചരിക്കുകയും ചെയ്യുന്നു. അതുപോലെ അനുയായികൾക്ക് പരിപൂർണമായ പരിഗണന കൊടുക്കുന്നു. പകരം അനുയായികൾക്ക് അവരോടുള്ള പരിപൂർണതയും വിശ്വാസവും നിഷ്ഠയും വർദ്ധിക്കുകയും ചെയ്യുന്നു. പിതൃത്വപരമായ നേതൃത്വം. ഇത്തരം നേതാക്കളിലുള്ള തൊഴിലാളികൾ നേതാവിൻ്റെ കാര്യങ്ങളിൽ മുഴുകി സ്വതന്ത്രമായി പ്രവർത്തിക്കാറില്ല. സഹപ്രവർത്തകരിൽ വളരെ സൗഹൃദപരമായ ബന്ധം നിലനിർത്തുന്നു. ഇത്തരം തൊഴിലാളികൾ ദീർഘകാലത്തേക്ക് കമ്പനിയിൽ തുടരുവാനും സാധ്യതയുണ്ട്. അവരുടെ വ്യക്തിപരമായ കുടുംബ പ്രശ്നങ്ങളും നേതാവിനോടോ മറ്റും പരസ്പരം ആലോചിക്കുകയും ചെയ്യും. ജനാധിപത്യ അല്ലെങ്കിൽ പങ്കാളിത്ത നേതൃത്വം. നേതാവ് തീരുമാനമെടുക്കുന്ന കഴിവുകൾ ഗ്രൂപ്പ് അംഗങ്ങളുമായി പങ്കിടുന്നു. ഗ്രൂപ്പ് അംഗങ്ങളുടെ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സാമൂഹിക സമത്വം പ്രായോഗികമാക്കുകയും ചെയ്യുന്നു. ഇത് ഉയർന്ന ഉൽപ്പാദനക്ഷമതയും അംഗങ്ങളിൽ നിന്നും മികച്ച സംഭാവനകൾ, വർദ്ധിച്ച ഗ്രൂപ്പ് ആത്മവിശ്വാസം എന്നിവയിലേക്ക് നയിക്കുന്നു. ജനാധിപത്യ അല്ലെങ്കിൽ പങ്കാളിത്ത നേതൃത്വം. സ്ഥിതികളിൽ വ്യക്തമായ വേഷങ്ങളില്ലെങ്കിൽ അല്ലെങ്കിൽ പാലിക്കേണ്ടതായ സമയമില്ലെങ്കിൽ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ആശയവിനിമയ പരാജയങ്ങളും പൂർത്തിയാകാത്ത പ്രോജക്റ്റുകളും ഉണ്ടാക്കാം. ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്. ഗ്രൂപ്പ് അംഗങ്ങൾ പരിജ്ഞാനപരമായും താൽപ്പര്യമുള്ളവരുമായിരിക്കും. അവരുടെ അറിവ് പങ്കിടുന്നതിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ലൈസസ് ഫെയർ നേതൃത്വം. ഇത്തരം ലീഡർഷിപ്പ് 1939 ലിവിൻ ലിപ്പിറ്റും വൈറ്റുമാണ് ആദ്യമായി വിവക്ഷിച്ചത്. ഈ ലീഡർഷിപ്പ് ശൈലിയിൽ എല്ലാ അവകാശങ്ങളും തീരുമാനമെടുക്കുവാനുള്ള അധികാരവും പൂർണ്ണമായും തൊഴിലാളിക്ക് നൽകുന്നു. ലൈസസ് ഫെയർ. നേതാക്കൾക്ക് അനുയായികൾക്ക് ജോലി പൂർത്തിയാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. ലൈസസ് ഫെയർ നേതൃത്വം. ഇത് അനുയായികൾക്ക് സ്വയം ഭരണം അനുവദിക്കുകയും ആവശ്യപ്പെടുമ്പോൾ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുകയും ചെയ്യുന്നു. ഇത്തരം നേതാവ് അനുയായികൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടുവാൻ ആവശ്യമായ എല്ലാ സാമഗ്രികളും നൽകുന്നു. പക്ഷേ തീരുമാനമെടുക്കുന്നതിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. ലൈസൻസ് ഫെയർ നേതൃത്വത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? സ്വതന്ത്രമായി വിജയിക്കുകയും ചെയ്യുവാനുള്ള പ്രചോദനം അവർക്ക് ലഭിക്കുന്നു. അനുയായികൾ വളരെ നൈപുണ്യമുള്ളവരും പരിചയസമ്പന്നരുമായി മാറുന്നു. പുറമെ വിദഗ്ധർ, സ്റ്റാഫ്, സ്പെഷ്യലിസ്റ്റുകളോ കൺസൾട്ടൻറ്റുകളോ ഉപയോഗിക്കുമ്പോൾ അനുയായികൾ വിശ്വസനീയരും പരിചയസമ്പന്നരും ഉള്ളവരായി മാറുന്നു. ലീഡർഷിപ്പിൻ്റെ പ്രാധാന്യം. ലീഡർഷിപ്പ് പ്രധാനമാണ്, കാരണം നല്ല ലീഡർഷിപ്പ് ഫലപ്രദമായ ആശയവിനിമയവും പോസിറ്റീവ് തന്ത്രങ്ങളും ഉണ്ടാക്കുന്നു. ഒരു ദൗത്യത്തിനോ പ്രോജക്റ്റിനോ വേണ്ടി ഉത്സാഹഭരിതമായ ലീഡർഷിപ്പ് മറ്റുള്ളവരെയും ഉത്സാഹഭരിതമാക്കും. കാരണം അവർ ടോപ്പ് ക്ലാസിൻ്റെ സമർപ്പണത്തെ കാണും. ലീഡർഷിപ്പിൻ്റെ പോസിറ്റീവ് സമീപനം. അതൊരു പകർച്ചവ്യാധിയായി മാറും. സ്ഥാപനത്തിലെ എല്ലാവരും പോസിറ്റീവ് ആയിരിക്കും. സുഹൃത്തുക്കളെ, ഇതോടെ ഈ മോഡ്യൂളിൻ്റെ അവസാനമെത്തുകയാണ്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള
ഒരു സംക്ഷിപ്ത റീക്യാപ്പ് എടുത്തു നോക്കാം. നാം എന്തൊക്കെയാണ് പഠിച്ചത്? 1. ലീഡർഷിപ്പിൻ്റെ വ്യാഖ്യാനം. 2. ലീഡർഷിപ്പ് സ്കിൽസ്. 3. ലീഡർഷിപ്പിൻ്റെ വ്യത്യസ്ത തരങ്ങൾ. 4. ലീഡർഷിപ്പിൻ്റെ പ്രാധാന്യം.